ഓൻ്റെ പേര് ഒന്നിച്ചുള്ള ആളോട് ചോദിച്ചൊരു ഓൻ പറഞ്ഞ് ഫസ്റ്റ് പറഞ്ഞാലും ഒന്നും അനങ്ങിയിട്ടില്ല. പിന്നെ രണ്ടാമതും ചോദിച്ചാൽ പറഞ്ഞേ പിന്നെ റാഷിദ് ഇങ്ങനെ പുഴയിലേക്ക് ഇതായിട്ടുണ്ട്. അത് പറയുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. മുക്കാൽ മണിക്കൂറോളം വൈകി. മുക്കാൽ മണിക്കൂർ 1 മണിക്കൂറോളം ഏകദേശം ആയിട്ടുണ്ട്. അതായത് നേരത്തെ ആ കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു. കുട്ടി ഇവിടെ ആരോ, പക്ഷെ കുട്ടിയും ഭയന്നു പോയി. പക്ഷെ കുട്ടി ആദ്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇവിടെ ആളുണ്ടായിരുന്നു, ആൾക്കാരെല്ലാം പണിയെടുക്കുന്നുണ്ടായിരുന്നു, അപ്പൊ തന്നെ രക്ഷപ്പെടുത്തായിരുന്നു. ഏതാണ്ട് 3 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കക്കാട് അമൃത വിദ്യാലയത്തിന് മുന്നിലാണ്. ഇതിന് തൊട്ടപ്പുറത്ത് കക്കാട് പുഴയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത്. കൂട്ടുകാരനൊപ്പം മീൻ പിടിക്കാനായി പുഴയിൽ ഇറങ്ങിയതായിരുന്നു ഈ നാഷിദ് എന്ന് പറയുന്ന 9കാരൻ. സമാന പ്രായത്തിലുള്ള മറ്റൊരു കുട്ടിയും ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നു, കുട്ടിക്കൊപ്പം ഉണ്ടായിരുന്നു. അതിനിടയിൽ കാൽ വഴുതി ആ കുട്ടി വീണതാവാനാണ് സാധ്യതയെന്നാണ് ആളുകൾ പറയുന്നത്. എന്താണ് സംഭവിച്ചതെന്നാണ് കരുതുന്നത്? അതെ, ഇത് കുട്ടീൻ്റെ ഒപ്പം മീൻ പിടിക്കാൻ വന്നതെന്നാണ് പറയുന്നത്. കുട്ടീൻ്റെ ഉപ്പ രണ്ടോട്ട് ഓന അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടായി. എന്നിട്ട് രണ്ടാമത് ഉപ്പ ഇങ്ങോട്ടേക്ക് വന്നതിന് ശേഷം വന്നതാണ്. എന്നിട്ട് പിന്നെ ഓൻ്റെ പേര് ഒന്നിച്ചുള്ള ആളോട് ചോദിച്ചൊരു ഓൻ പറഞ്ഞ് ഫസ്റ്റ് പറഞ്ഞാലും ഒന്നും അനങ്ങിയിട്ടില്ല. പിന്നെ രണ്ടാമതും ചോദിച്ചാൽ പറഞ്ഞേ പിന്നെ റാഷിദ് ഇങ്ങനെ പുഴയിലേക്ക് ഇതായിട്ടുണ്ട്. അത് പറയുമ്പോൾ കുറച്ച് ലേറ്റായി പോയി. മുക്കാൽ മണിക്കൂറോളം വൈകി. മുക്കാൽ മണിക്കൂർ 1 മണിക്കൂറോളം ഏകദേശം ആയിട്ടുണ്ട്. അതായത് നേരത്തെ ആ കുട്ടി പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെടുത്തായിരുന്നു. കുട്ടി ഇവിടെ ആരോ, പക്ഷെ കുട്ടിയും ഭയന്നു പോയി. പക്ഷെ കുട്ടി ആദ്യം പറഞ്ഞിരുന്നില്ലെങ്കിൽ ഇവിടെ ആളുണ്ടായിരുന്നു, ആൾക്കാരെല്ലാം പണിയെടുക്കുന്നുണ്ടായിരുന്നു, അപ്പൊ തന്നെ രക്ഷപ്പെടുത്തായിരുന്നു. പക്ഷെ കുട്ടിയും ഭയന്നു പോയി. അതും ചെറിയ ടീമുണ്ട് ഇതായിരുന്നു. കാരണം അവന്റെ മോൻ മാത്രമല്ല, നമ്മളെല്ലാവരും മോനും വന്നത് നല്ലൊരു മോനാണ്. അതായത് ഈ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഈ സംഭവം കണ്ട് പകച്ചുപോയി, അത് ഭയന്നുപോയി. അതുകൊണ്ട് തന്നെ കുട്ടി ആരോടും പറഞ്ഞില്ല തൻ്റെ കൂടെ ഉണ്ടായിരുന്ന നാഷിദ് ഇങ്ങനെ വെള്ളത്തിൽ വീണിരിക്കുന്നു എന്ന കാര്യം. അവൻ ഭയന്ന് വീട്ടിലേക്ക് പോയി. ആ സമയത്ത് നാഷിദിൻ്റെ പിതാവ് നസീർ വന്ന് ഇയാളോട് ചോദിച്ചു, കൂടെ ഉണ്ടായിരുന്ന തൻ്റെ മകൻ എവിടെ എന്ന് ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത് വെള്ളത്തിൽ വീണുപോയി, ആ മീൻ പിടിക്കുന്നതിനിടയിൽ വെള്ളത്തിലേക്ക് വീണുപോയി എന്ന്. അപ്പോഴാണ് ഉപ്പയും മറ്റു സുഹൃത്തുക്കളെല്ലാവരും കൂടി ചേർന്ന് ഇവിടെ വന്ന് ഈ പുഴയുടെ സൈഡിൽ അവിടെ വെള്ളത്തിൽ പരിശോധന നടത്തുന്നത്. അങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് നാഷിദിനെ ഫയർഫോഴ്സും മറ്റും ചേർന്ന്, ഫയർഫോഴ്സും പോലീസും കൂടി അപ്പോഴേക്കും സ്ഥലത്തെത്തി ഇവിടെ നിന്ന് ധനലക്ഷ്മി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ ധനലക്ഷ്മി ഹോസ്പിറ്റലുണ്ട്. അല്പസമയത്തിനുള്ളിൽ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കണ്ണൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും.